ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. വെക്കേഷനിൽ എപ്പോഴും നമ്മുടെ റൂട്ടീനൊക്കെ മാറിപ്പോവാറുണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ അവരെ ടിഫിൻ പാക്ക് ചെയ്യാനും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മോർണിംഗിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ പോവും. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയായിരുന്നു കേട്ടോ, മസാല ദോശയായിരുന്നു. അപ്പോൾ അമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ ചുട്ട ദോശയാണ് കേട്ടോ. അമ്മ ചുട്ട ദോശ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ശ്രേയസിനെ കൊണ്ടൊരു ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് പാർട്ട്ണർ ശ്രേയസാണ്. വേദ്യനെ കൊണ്ട് പോയാൽ എനിക്ക് ആളുടെ മേലൊരു കണ്ണ് വെക്കേണ്ടി വരും. മീൻസ് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ചോക്ലേറ്റും അതൊക്കെ നോക്കി പോകും. അപ്പോൾ ശ്രേയസാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസിന് ഇറങ്ങിയതാണ്. അപ്പോൾ ശ്രേയസിനെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇന്ന് ലിസ്റ്റ് എഴുതി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെ വേണമെന്ന്. പക്ഷെ അവൻ്റെ ഒരു ആവശ്യം അവൻ അതാണ് കാണിക്കുന്നത്. അവൻ നട്ടെല്ല വേണമായിരുന്നു, അത് വാങ്ങി. പിന്നെ അവൻ്റെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. പിന്നെ ചിപ്സ് ഇത് ഞാൻ എപ്പോഴും സാധിച്ചു കൊടുക്കാറില്ല കേട്ടോ, എപ്പോഴും ഒന്നും വാങ്ങൂല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങി വെക്കും കയ്യിൽ, പിന്നെ രണ്ടാൾക്കും വീതിച്ച് കൊടുക്കും. അങ്ങനെയാണ്. കുറേ ചിപ്സ് ഉണ്ട് കേട്ടോ, പല വെറൈറ്റി പല സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ആളിങ്ങനെ പറയുകയാണ് ഇത് വാങ്ങിയാൽ എന്താ ബെനിഫിറ്റ്, വലുത് വാങ്ങാം, എല്ലാവർക്കും ഷെയർ ചെയ്യാനൊക്കെ പറയണം. പിന്നെ ഈ ജെല്ലി ചോക്ലേറ്റ് ലാസ്റ്റ് ടൈം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് മാംഗോ ഫ്ലേവറും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പായസത്തിൻ്റെ ഒരു ഡിസ്പ്ലേ കണ്ടു കേട്ടോ, ഡബിൾ ഹോസിൻ്റെ ആണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ പാലപ്പ പൊടിയൊക്കെ വാങ്ങി വന്നിരുന്നു. നമ്മൾ വാങ്ങുന്നത് ഡബിൾ ഹോസിൻ്റെ ആണ് കേട്ടോ പാലപ്പ പൊടി. നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ. നമുക്ക് ഇത് മിക്സ് ചെയ്യാനും ഈസിയാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പോൾ അടുത്തത് ഗ്രീൻ ടീ തന്നെയാണ്. വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനെയല്ല, ഞാൻ കഴിക്കും. അപ്പോൾ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ സമയത്ത് ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ശ്രേയസിന് ഞാൻ കിൻഡർ ജോയ് വാങ്ങണമെന്നാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഓവർ പ്രൈസിങ് ആണ്. ഒരു ചെറിയൊരു ടോയും പിന്നെ ചെറിയ ചോക്ലേറ്റും, അതിനേക്കാളും നമുക്ക് വേറെ എന്തൊക്കെയോ വാങ്ങാം. മീൻസ് വേറെയും ചോക്ലേറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടും. പിന്നെ ഈ അച്ചാറിൻ്റെ ഏരിയയിലേക്കൊന്ന് പോയിട്ടോ, അച്ചാറിൻ്റെ ഭാഗത്തേക്ക് നോക്കി പോകരുതെന്ന് എനിക്ക് വാർണിംഗ് ഉണ്ട് കേട്ടോ. ബിക്കോസ് എനിക്ക് ഈ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലിങ്ങനെ വാങ്ങി വെക്കും. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി. മീൻസ് ഫിഷ് നമുക്ക് നേരെ കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഇവിടെ ആഴ്ചവട്ടത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഞാൻ അടുത്തൊരു വ്ളോഗിൽ പറയാം. അപ്പോൾ അടിപൊളി ഫിഷ് ഫ്രൈ റെഡിയായി. ഞാനും അമ്മയും ചേച്ചിയും കൂടിയിട്ട് സാരികളൊന്നും നോക്കാനിരുന്നതാണ് കേട്ടോ. ആക്ച്വലി കുറേ ആയി ഈ സാരിയൊക്കെ തുറന്ന് നോക്കിയിട്ട്. ഞാനാണെങ്കിൽ അധികം സാരി ഉടുക്കാറില്ല, വല്ല ഫംഗ്ഷനും പോകുമ്പോൾ ഈവൻ കഴിവതും ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പോവുക. പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഫംഗ്ഷൻ, അമ്പലങ്ങളിലെ ഫംഗ്ഷൻ അങ്ങനെ ആകുമ്പോഴാണ് സാരി ഉടുക്കുക. അത് നമ്മൾ സാധാരണ സാരിയാണ് ഉടുക്കുക. എനിക്കിങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാരിയൊക്കെ ഉടുത്തിട്ട് പോകുന്നത് എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ വെയ്റ്റ്ലെസ് ആയ സാരീസൊക്കെ നമുക്ക് വേഗം ഉടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സാരികളൊക്കെ ഉണ്ട് സ്ഥിരം ഉടുക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരം ചുരിദാറാണ്. അപ്പോൾ ഈ സാരികളൊക്കെ നമുക്കൊന്ന് അയൺ ചെയ്യാൻ കൊടുക്കണം. അങ്ങനത്തെ പല പരിപാടികളുണ്ട്. നമുക്ക് എന്താ പറയുക, മടക്ക് പോയതുണ്ട്, പിന്നെ 2-3 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉടുക്കാനുണ്ട്. അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമായിരുന്നു, ഏതാ ഇടുക, എന്താണ് ഇടുക, ഏത് ഫംഗ്ഷനാണ് ഇടുക, അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ബാക്കി സാരീസും ഒക്കെ ഓപ്പൺ ചെയ്ത് വീണ്ടും മടക്കിയൊക്കെ വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ബേബി കോൺ ചില്ലി ആയിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് എന്തായാലും ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ അതായിരുന്നു. അപ്പോൾ അതിന് ഞാനെടുത്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ബാക്ക്ഗ്രൗണ്ടൊന്നും ശരിയില്ല, ഇന്ന് എനിക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വേറൊരു കാര്യം ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കരിമീൻ പൊള്ളിച്ചതുപോലെ തന്നെ വെജിറ്റേറിയൻ ആൾക്കാർക്ക് പ്രിയങ്കരമായ പന്നീർ പൊള്ളിച്ചത്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി അതിനുള്ള മസാലയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാദ്യം പന്നീർ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഏകദേശം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലൈം ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഉള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി അതൊക്കെ ഇട്ടൊന്ന് ഞാനൊന്ന് വാട്ടിയിട്ടുണ്ട്. ഉള്ളിൻ്റെ കളർ മാറുന്ന സമയത്ത് നമ്മൾ 2 ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ ബാക്കി മസാലകളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലാണ് തേങ്ങാപ്പാലിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം ഫേവറേറ്റായ ഇത് ബ്രെഡ് ഫ്രൂട്ട്, കടച്ചക്ക ഫ്രൈ, അതിനെ ജീവ് കടുകി എന്നാണ് കൊങ്കണിയിൽ പറയാം. അപ്പോൾ നമ്മുടെ പനീർ പൊള്ളിച്ചത് ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മസാല ഈ വാഴയില വാട്ടിയിട്ട് വാഴയിലയിൽ നമ്മുടെ മസാല പരത്തിയിട്ട് അതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത പനീർ ഇട്ടിട്ട് നമ്മുടെ കിഴി കെട്ടിയിട്ട് ഫ്രൈ ചെയ്തതാണ്. പിന്നെ ഒരു ബേബി കോണിൻ്റെ ചില്ലി ഉണ്ടാക്കി. ഞാനിതിൽ യൂസ് ചെയ്ത കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇതിന് പനീർ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തൻറ്റിക് കേരള ഫ്ലേവർ ആവട്ടെ എന്ന് വിചാരിച്ച് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ കുറച്ചൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. പിന്നെ ഇടയ്ക്ക് നമ്മളിത് തിരിച്ചും മറിച്ചും കൊടുക്കണം. എന്നിട്ട് ഇത് റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിൽ വേറെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. താങ്ക് യു.